ധനമന്ത്രി കെ എം മാണിയെ യൂദാസിനോട് ഉപമിച്ച് വൈക്കം വിഷൻ. യേശുവിനെ 13ാമത്തെ ശിഷ്യനെ പോലെ ഈ നാടിനെ ഒറ്റുകൊടുക്കാനൊരുങ്ങി ഒരുവൻ 13ാം തീയതി ബജറ്റുമായി എത്തുന്നുണ്ടെന്നും ജനം അത് തടയണമെന്നും LDF കൺവീനർ വൈക്കം വിഷൻ ആഹ്വാനം ചെയ്തു. CMPയുടെ കാൽനട പ്രചരണ ജാഥയുടെ സമാപന വേദിയിൽ ആയിരുന്നു വൈക്കം വിഷൻ മാണിക്കെതിരെ ആഞ്ഞടിച്ചത്. 13ാം തീയതി അപകടകരമായ ദിവസമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് CMPയുടെ കാൽനട പ്രചരണ ജാഥയുടെ സമാപന വേദിയിൽ LDF കൺവീനർ നടത്തിയത്. യേശുവിന്റെ 13ാമത്തെ ശിഷ്യനെ പോലെ ഈ നാടിനെ ഒറ്റുകൊടുക്കുന്നവനായി 13ാം തീയതി ഒരുവൻ എത്തുമെന്നും അത് ജനങ്ങൾ തടയണമെന്നും വൈക്കം വിശ്വൻ ആഹ്വാനം ചെയ്തു. അയാൾക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയും ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ആദ്യം 13ാം തീയതി 13 ഒരു നല്ല ദിവസമല്ല. കാരണം ഈ നാടിന്റെ ഒരു അപകടകരമായ സ്ഥിതിയാണ് 13. പണ്ട് ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത ഒരു 13ാമത്തവൻ ഉള്ളതുപോലെ തന്നെ ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. UDFിലെ MLAമാർ സർക്കാർ നടത്തുന്ന അഴിമതികളുടെ വിവരം പുറത്തു പറഞ്ഞു തുടങ്ങിയെന്ന് CMP ജനറൽ സെക്രട്ടറി KR അരവിന്ദാക്ഷനും പറഞ്ഞു. കോൺഗ്രസിലെ നിരവധി MLAമാർ അവരെന്റെ അടുത്ത് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന അഴിമതി കൂടി ഉണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ നടന്നതാണ്. അഴിമതിക്കെതിരെ CMP നടത്തിയ കാൽനട ജാഥയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. MK കണ്ണൻ, MH ഷാരിയാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാൽനട പ്രചരണ ജാഥ. റിപ്പോർട്ടർ, തൃശൂർ.